5 വർഷത്തിനിടെ ഇന്ത്യയിൽ വൻ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടില്ലെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാവൽക്കാരന്റെ 5 വർഷത്തെ കാവലിൽ ഏതെങ്കിലും വലിയ സ്ഫോടനം ഉണ്ടായോ എന്ന് മോദി ചോദിച്ചു. 5 വർഷം മുമ്പ് വരെ ആരെ തടയാനാണോ സാധിക്കാതിരുന്നത് അവരെ തടയാം എന്ന് തെളിയിച്ചത് ആര്, അത് സാധ്യമാക്കിയത് ആര് എന്നും മോദി ചോദിക്കുന്നു. ബംഗളൂരുവിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയാണ് പുൽവാമ ഉറി ഭീകരാക്രമണങ്ങൾ മറന്ന് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത്. चौकीदार के 5 वर्ष की चौकीदारी में कोई बड़ा धमाका हुआ क्या? 5 वर्ष पहले तक जिनको रोक पाना नामुमकिन लगता था, उसको मुमकिन किसने किया? किसने मुमकिन किया? किसने बनाया? കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേഷ് ചേരുകയാണ്. രാജേഷ്, മോദിയുടെ വോട്ട് പിടിക്കൽ തന്ത്രമായാണോ ഇതിനെ കാണാൻ കഴിയുക? കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പച്ചക്കള്ളമാണ് മോദി പറയുന്നത്. എന്തൊക്കെ കാര്യമാണ് മോദി പറഞ്ഞത്? എന്താണ് അതിന് പിന്നിലുള്ള ചേതോവികാരം? മോദി ഭരണം ഒരു പരാജയമെന്ന് തന്നെ ഇതിലൂടെ വ്യക്തമാകുന്നു. ആദ്യം മുതൽ തന്നെ മോദി ഭരണത്തിൽ തന്നെ സൈനികരുടെ പേരും അതുപോലെ തന്നെ വർഗീയവൽക്കരിച്ച് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോദിയുടെ ഇപ്പോഴത്തെ പ്രചാരണ രീതി, അല്ലെങ്കിൽ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ പ്രചാരണം എന്ന് തന്നെ ഇതിലൂടെ പറയേണ്ടിയിരിക്കുന്നു. സൈനികരുടെ പേര് പറഞ്ഞ് വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് തന്നെയാണ് ഇതിലൂടെ പറയേണ്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് തന്നെ ഈ പ്രസ്താവനയെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ജാതിയുടെയും മതത്തിന്റെയും അതുപോലെ സൈന്യത്തിന്റെയും പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുത് എന്നൊരു പ്രസ്താവന ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മോദി ഭരണം പരാജയമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നോട്ട് നിരോധനം കൊണ്ടുവന്നു, അത് തീർത്തും പരാജയമെന്ന് വ്യക്തമാകുകയായിരുന്നു. അതുപോലെ തന്നെ പല രീതിയിലൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചു, അതൊക്കെ തീർത്തും പരാജയമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പേര് പറഞ്ഞ മോദി വോട്ട് പിടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായോ എന്ന് മോദി തന്നെ ചോദിക്കുന്നു. പുൽവാമ അടക്കമുള്ള ഭീകരാക്രമണങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് മോദിയുടെ കള്ളപ്രസംഗം കർണാടകയിൽ ഉണ്ടായത്. രാജേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 50% വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം സുപ്രീം കോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പ്രതിപക്ഷം. സുപ്രീം കോടതി തീരുമാനത്തിൽ തൃപ്തിയില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ CPIM പങ്കെടുത്തു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, CPIM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ മുതൽ 50% വോട്ടുകൾ എണ്ണണമെന്ന ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ കോടതി 5% എണ്ണിയാൽ മതി എന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനത്തിൽ ഉത്തരവിൽ തൃപ്തിയില്ല എന്ന് കാട്ടി വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തൊക്കെയാണ് പുതിയ സാഹചര്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്? ജോർജ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലാണ് ദില്ലിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ CPIM, CPI, അതുപോലെ തന്നെ കോൺഗ്രസ്, SP, ആം ആദ്മി ഉൾപ്പെടെയുള്ള 23 പ്രതിപക്ഷ പാർട്ടികളാണ് പങ്കെടുത്തത്. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിവിപാറ്റുകൾ എണ്ണുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധി തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കും. എന്നാൽ അത് ഒരു റിവ്യൂ പെറ്റീഷൻ നൽകുകയാണോ അതോ ഒരു പുതിയ ഹർജി നൽകുകയാണോ വേണ്ടത് എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ ഇവർ ഈ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഈ ഒരു യോഗത്തിന് ശേഷം അറിയിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും യോഗത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്ന കാര്യങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ കേസ് സുപ്രീം കോടതിയിൽ വിവിപാറ്റിന്റെ കേസ് വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതായത് വിവിപാറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ടർ കുത്തുമ്പോൾ 7 സെക്കൻഡ് വരെ സമയം ഏത് പാർട്ടിക്കാണ് വോട്ട് നൽകിയത് എന്നുള്ളത് വിവിപാറ്റ് മെഷീനിൽ കാണിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത്. എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് 11-ാം തീയതി നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പല ബൂത്തുകളിലും ഈ 7 സെക്കൻഡ് സമയം കാണിക്കാതെ വെറും 3 സെക്കൻഡ് സമയം മാത്രമാണ് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത്.
അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ടുള്ള തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ശക്തമായ ഒരു ആരോപണവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പോളിംഗ് ബൂത്തുകളെല്ലാം ഏകദേശം 500 പോളിംഗ് ബൂത്തുകളിലടക്കം വീണ്ടും പോളിംഗ് നടത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസവും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു പ്രതികരണമാണെന്ന് ഇന്നലെ തന്നെ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചന്ദ്രബാബു നായിഡു എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തു തന്നെയാലും ഇപ്പോൾ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ഇതിനുശേഷം CPM-ന്റെ പ്രതിനിധിയായി പങ്കെടുത്ത നീലോൽപൽ ബസു പീപ്പിൾ ടിവിയോട് പ്രതികരിക്കുകയുണ്ടായി. നീലോൽപൽ ബസുവും പറയുന്നത് ഈ ഒരു സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വിധി നിരാശാജനകമാണ്. അതായത് 5% മാത്രം VVPAT എണ്ണുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് 50% VVPAT എങ്കിലും എണ്ണണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPIM പ്രതിനിധിയായിട്ടുള്ള നീലോൽപൽ ബസുവും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നു. ജോർജ്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അനുസരിച്ചാവും കോടതി ഒരു നിലപാടെടുത്തത്. കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് കുറച്ച് മാത്രം എണ്ണിയാൽ മതി, കാര്യങ്ങൾ സുതാര്യമാകുമെന്നാണ്. വോട്ടിംഗ് മെഷീനിൽ ആശങ്കയുള്ള പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ സുതാര്യമാകണമെന്ന് കരുതി പ്രതിപക്ഷ പാർട്ടികൾ 50% വോട്ട് എണ്ണണമെന്ന് പറഞ്ഞത്. പക്ഷേ കേന്ദ്രം സ്വീകരിക്കുന്ന ഒരു നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഈ ആശങ്കകൾ അവസാനിക്കാത്ത നിലയിൽ വീണ്ടും കൂടുതൽ ദുരൂഹതകൾ ഉയർത്തുന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്? പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യങ്ങൾ അനുകൂലിക്കുന്നില്ല എങ്കിൽ വീണ്ടും ആശങ്കകൾ ഉയരുന്ന സാഹചര്യം തന്നെയാണ്. മിഷനെ പറ്റിയുള്ള വോട്ടിംഗ് മെഷീനെ പറ്റിയുള്ള ആശങ്കകൾ തുടരുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായും വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ആശങ്കകൾ വളരെയധികം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം കേന്ദ്ര സർക്കാരിനെ BJP സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലാണ് എന്ന് വളരെ വ്യാപകമായിട്ടുള്ള ഒരു ആരോപണവും ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു. അതായത് ആന്ധ്രാപ്രദേശിൽ ആദ്യഘട്ടം പോളിംഗ് നടന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ കീഴിലുള്ള പല ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയെ മാറ്റുകയുണ്ടായി. ഇത് ആന്ധ്ര സർക്കാരിന്റെ ഒരു അറിവോടും കൂടിയായിരുന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം സ്ഥലം മാറ്റിയതും. ഇതും ചന്ദ്രബാബു നായിഡു ഇന്നത്തെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടുകളെ കുറിച്ചാണ്. ഈ വോട്ടിംഗ് ആദ്യഘട്ട വോട്ടിംഗ് നടന്ന സമയത്ത് ആന്ധ്രാപ്രദേശിലെ പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ കുറിച്ച് ഒരു അറിവുമില്ല എന്നാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. അതായത് ആർക്കും അറിയാത്ത കുറച്ചു പേർ ഈ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ട് ഇവർ ഈ യന്ത്രത്തിന്റെ തകരാറ് പരിഹരിക്കുന്നു. ഇവർ BJPക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലാണ് ഈ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുകൾ ഉണ്ടായത് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറായി കഴിഞ്ഞ് വന്നവർ BJPയെ സഹായിക്കാൻ വേണ്ടി അതിൽ ചില കൃത്രിമങ്ങൾ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ പരിഹരിക്കാൻ വേണ്ടി ചിലർ വന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളും ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ ചന്ദ്രബാബു നായിഡു ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും ആം ആദ്മിയും CPIM-ഉം CPI ഉൾപ്പെടെയുള്ള 23 പ്രതിപക്ഷ പാർട്ടികളും അതിന് പിന്തുണ നൽകുന്നുണ്ട്. ഈ ഒരു വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും. സുപ്രീം കോടതി ഇതിൽ ആദ്യം ഒരു വിധി പറഞ്ഞെങ്കിലും ഇപ്പോൾ പുതിയ ചില തെളിവുകൾ ഈ തരത്തിൽ ആന്ധ്രാപ്രദേശിലെ വോട്ടിംഗിൽ അടക്കം നടന്ന ക്രമക്കേടുകൾ, അവിടെ നടന്ന പ്രശ്നങ്ങൾ, VVPAT-ലും വോട്ടിംഗ് യന്ത്രത്തിലും അടക്കം നടന്ന ക്രമക്കേടുകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ എത്ര ന്യായീകരിച്ചു കഴിഞ്ഞാലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരിക്കലും സുതാര്യമാവില്ല. ഒരുപാട് തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കാൻ കഴിയുന്നതാണ് വോട്ടിംഗ് മെഷീൻ. അതുകൊണ്ട്
തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാൻ തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് പോകണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ജോർജറ്റ്, എന്തായാലും വ്യക്തമാണ്, വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കണമെങ്കിൽ 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. CPIM അടക്കമുള്ള 21 പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ നിയമവശങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിഷ്ണു നൽകിയത്. അയ്യപ്പന്റെ പേരിൽ പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിലെ കാണിക്ക തടഞ്ഞവരാണ് BJP-ക്കാർ. അയ്യപ്പ ഭക്തരെയല്ല അറസ്റ്റ് ചെയ്തത്. ആസൂത്രിതമായി അക്രമം നടത്തിയ ക്രിമിനലുകളെയാണ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ചട്ടം മോദിക്കും ബാധകമാണെന്നും പശുവിനു വേണ്ടി മനുഷ്യരെ കൊല്ലുന്നവർക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. മോദിയോട് ഒരു കാര്യം പറയാനുള്ളൂ, തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. കേരളത്തിൽ വന്ന് തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്താനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വർഗീയ ധ്രുവീകരണമുണ്ടാക്കി ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ BJP ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാക എന്ന് അമിത്ഷാ ആക്ഷേപിച്ചിട്ടും എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായില്ല എന്നും കോടിയേരി ചോദിച്ചു. ഹിന്ദുത്വ ശക്തികൾക്ക് മുന്നിൽ കോൺഗ്രസ് പകച്ചു നിൽക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഇലക്ടറൽ ഓഫീസർക്ക് ഭയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ ഒരു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മതത്തെ ഉപയോഗിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ പേര് പറഞ്ഞു RSSകാർ ഇപ്പോൾ പ്രചാരപരം ചെയ്യുന്നത്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് വോട്ടുപിടിക്കാനാണ് പ്രധാനമന്ത്രിയും BJPയും ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇതിനായി വിഷലിപ്തമായ പ്രചാരണങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ സ്വാമിമാർ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതേ മാതൃക കേരളത്തിലും നടപ്പാക്കാനാണ് ശ്രമം. സ്വാമി ചിദാനന്ദപുരി കർമ്മസമിതിയുടെ മറവിൽ RSS അജണ്ട നടപ്പാക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. സന്യാസി വേഷം കെട്ടിയിട്ടുള്ള RSSകാരനായിട്ടുള്ള ചിദാനന്ദപുരി RSSന്റെ അഭിപ്രായമാണ് എപ്പോഴും പ്രകടിപ്പിക്കാറ്. അദ്ദേഹം ഇത്തവണയും RSSന്റെ അഭിപ്രായവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ ഏറ്റവുമധികം വികസനം എത്തിച്ചത് LDF സർക്കാരാണ്. 750 കോടി രൂപയുടെ പദ്ധതികളാണ് 3 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് വരുമാനം കുറഞ്ഞപ്പോൾ 100 കോടി രൂപയാണ് ശബരിമലയ്ക്കായി സർക്കാർ നീക്കിവെച്ചത്. ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞ് BJP അധ്യക്ഷൻ അമിത്ഷാ ആക്ഷേപിച്ചപ്പോൾ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തത് അവർക്കുള്ളിലെ മൃദു ഹിന്ദുത്വമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് ഹിന്ദുത്വത്തിനു മുൻപിൽ അടിയറ പറയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്ലാദകരമായ വിഷു ആശംസ നേർന്നു. നന്മയുടെയും പുരോഗതിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന വിഷു മലയാളികളുടെ കൊയ്ത്തുത്സവം കൂടിയാണ്. മഹാപ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ കാർഷിക മേഖലയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നല്ല ഫലം കണ്ടു തുടങ്ങിയെന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. കുട്ടനാട്ടിലും പാലക്കാട് മേഖലയിലും ഇക്കൊല്ലം നെല്ലിന് റെക്കോർഡ് വിളയാണ്. കൃഷി അഭിവൃദ്ധിപ്പെടുത്താനും പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ഊർജ്ജമാകട്ടെ വിഷുവിന്റെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു.